ഏവർക്കും സുപ്രഭാതം. ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ ജീവിത ഭാരവും നിരാശയും വരുമ്പോൾ സ്വയമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മുന്നോട്ട് പോവുകയും പരാജിതരായി തീരുകയും ചെയ്യാറുണ്ട്. മോവാബ് എന്ന ദേശത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എനിക്ക് കഴുകുവാനുള്ള വട്ടക എന്നാണ്, വാഷ്പോട്ട് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഇടത്തേക്ക് ബേത്ലഹേം എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ വസിച്ചിരുന്ന ചില ആളുകൾ ദാരിദ്ര്യ നിമിത്തം, ക്ഷാമം നിമിത്തം സ്വയ തീരുമാനത്താൽ ആ സ്ഥലത്തേക്ക് പോകുവാൻ ഇടയായി. പക്ഷേ ചെന്നെത്തിയതും മടങ്ങി വന്നതും നിരാശയോടെയായിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും നാമും ഇങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വേദനകളുടെ മധ്യത്തിൽ സ്വയ തീരുമാനത്താൽ നാം എടുക്കുന്ന ആ ലക്ഷ്യത്തിൽ പരാജിതരായിട്ട്, ദുഃഖിതരായിട്ട് തീരുകയുണ്ട്. പക്ഷേ മോവാബ് കഴുകുവാനുള്ള വട്ടകയായിരിക്കുമ്പോൾ ഗിലെയാദ് എനിക്കുള്ളതെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്. ഗിലെയാദിൽ ഒരു വൈദ്യനുണ്ട്. ഗിലെയാദിൽ സുഗന്ധ തൈലമുണ്ട്. എന്തുകൊണ്ട് ഗിലെയാദിനെ ആഗ്രഹിച്ചുകൂടായിരുന്നു? എന്തുകൊണ്ട് ഈ വാഷ്പോട്ടിലേക്ക് പോകുന്നു? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഗിലെയാദിലെ നല്ല വൈദ്യന്റെ അടുക്കിലേക്ക് ചെല്ലാം. ഗിലെയാദിലെ ആ സുഗന്ധ തൈലം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നത്തിനും ഗിലെയാദിലേക്ക് നമുക്ക് ഓടിയെത്താം. അവിടുത്തെ വൈദ്യനെ നമുക്ക് ആശ്രയം കണ്ടെത്താം. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.